പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത ഈ സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ പരാതിക്ക് പിന്നാലെ SIക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. പേരൂർക്കട SI ആണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ സെയ്ഫ് സൈനുദ്ദീൻ നൽകും. സെയ്ഫ്, ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ ഒടുവിലാണോ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്? അതെ ദിവ്യായ, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇതിനകത്ത് നിർദ്ദേശം നൽകിയത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടും ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ വേണ്ടി ഇതുവരെ തയ്യാറായിരുന്നില്ല. ഇത് മാധ്യമ വാർത്തകളിൽ വരികയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അടക്കം ആരോപണങ്ങൾ ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ വേഗത്തിലുള്ള ഒരു നടപടി എന്ന് വേണം നമുക്കതിനെ കാണാൻ. പേരൂർക്കട SI ആയ പ്രസാദിനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇവിടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കാരണം ഒരു മോഷണക്കുറ്റം ആരോപിച്ച് 20 മണിക്കൂറോളം ഒരു സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കുക, വെള്ളം പോലും കൊടുക്കാതെ ചോദ്യം ചെയ്യുക, കള്ളിയായിട്ട് ചിത്രീകരിക്കുക, പിന്നീട് ആ വീട്ടിൽ നിന്ന് സ്വർണ്ണം കണ്ടെത്തുക, ഇതൊക്കെ സിനിമയിൽ മാത്രം കാണുന്ന കാഴ്ചകളായിരുന്നു നേരത്തെ. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് ഗൗരവ സ്വഭാവത്തിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പോലീസ് അതിനെ അത്യതരത്തിൽ കണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമായി നിലനിൽക്കുകയാണ്. ഇവിടെ ബിന്ദു അടക്കം പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോഴും അനുകൂലമായ ഒരു പ്രതികരണം കാര്യമായിട്ട് ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും അനുകൂലമായ ഒരു നിലപാട് ഉണ്ടായില്ല. പരാതി പൂർണ്ണതോതിൽ വായിച്ചു നോക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നൊക്കെ ബിന്ദു തന്നെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നൽകിയ വിശദീകരണം അത് ഗൗരവത്തിൽ തന്നെയാണ് കണ്ടത്. പരാതി വായിച്ചു നോക്കുകയും ചെയ്തു. അതിനുശേഷം നടപടിയിലേക്ക് നീങ്ങണം എന്ന നിർദ്ദേശം അപ്പോൾ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകി. അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയത്. പക്ഷെ ബിന്ദു ആവശ്യപ്പെട്ടത് വീട്ടുകാർക്കെതിരെ കൂടി നടപടി വേണം എന്നാണ്. വീട്ടുകാർക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം വന്നപ്പോഴാണ് അത് കോടതിയെ സമീപിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കൂ എന്ന് പറഞ്ഞത് എന്നാണ് P. ശശി വിശദീകരിച്ചത്. എന്തായാലും ഇപ്പോൾ മുഖരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സാധാരണക്കാരിയായ ഇവിടെ ആരോപണ വിധേയരിൽ SI മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ SIക്കെതിരെ മാത്രമാണ് ഇവിടെ